ഇത് കൊള്ളാം, ഇത് ഒരെണ്ണം പിടിക്കാം. പിന്നെ എന്തടി മുത്തേ, നീ 2-3 തവണ ആയല്ലോ കക്കൂസിക്കാരെ ഇറങ്ങാൻ ചെയ്യണം. എന്ത് ചപ്പാത്തി വരത്തിയിരുന്നു? അതേ, വയറിന് വല്ല കുഴപ്പമുണ്ടാ? പിന്നെ ഇല്ലെങ്കിൽ ഞാൻ 3 വട്ടം പോവോ? സംസാരിക്കാനോ? ഡോക്ടറെ കാണാൻ പോണോ? ആശുപത്രിയിലും പോണോ? ഡാഡി ഉണ്ടാക്കിയ പുട്ട് കഴിച്ചിട്ടാണ്. പുട്ട് നീ എടുത്ത് കഴിച്ചിട്ടല്ലേ? നീ വലിച്ചാരി കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഡാഡി മോൾക്കുണ്ടാക്കിയെന്ന് സെന്റ് അടിച്ച് കഴിപ്പിച്ചിട്ട്. അത് സ്നേഹമുള്ള രക്ഷകർത്താക്കൾ അങ്ങനെയാണ്. മക്കൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇച്ചിരി അത് ഇതൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇറങ്ങിയിട്ടേ വാ, ഡാഡി ഒറ്റമൂലി ഉണ്ടാക്കി തരാം, അതിലെല്ലാം ശരിയാവും. അല്ല ഡാഡി അത് ശരിയാക്കി വെക്കാം. ഇപ്പോഴത്തെ പിള്ളേരുള്ള ഇറച്ചിയും കോഴിയും കഴിച്ച് പച്ചക്കറി വയറ്റി ചെന്നാൽ അപ്പോൾ കുഴപ്പമാണ്. കുറഞ്ഞില്ലേപ്പാ? 2 വട്ടം കൂടെ പോയി. പിന്നെയും പോയാ? ഇങ്ങനെ ഒരു വയറിന് വേദനയായിട്ടുണ്ടാകും കുഞ്ഞിന്. ആ സമയമാകുമ്പോ. ആണോ? ഡാഡി എന്തേ? എന്തോ എനിക്ക് മരുന്നുണ്ടാക്കും ഫസ്റ്റ്. ആ നല്ല ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുത്തേ, നിന്റെ എല്ലാ ഇതാണ് ഒറ്റമൂലി. ചേട്ടന് ഒരു പണിയില്ല. പിന്നെ ഇത് പപ്പ പണ്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. പിന്നെ ഒറ്റ വലിക്കാൻ വലിച്ചു. ഓരോന്നെ വയറിന് പിടിക്കാത്തൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് കൊച്ചിന്റെ വയറ് കിടക്കിയത് പോലെ ഇനി അടുത്ത ഒറ്റമൂലിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കൊടുത്തു. എന്തോന്നും ഉണ്ടാക്കി കൊടുത്തു? അവളെ വയറിന് കുഴപ്പമായിരുന്നു. ഞാൻ മര്യാദക്കുള്ള ഫുഡല്ലേ ഉണ്ടാക്കിയത്. മര്യാദക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയാണെങ്കിൽ കൊച്ചിന്റെ വയറ്റിന് കംപ്ലൈന്റ് വരുമോ? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഉച്ചയ്ക്ക് വേണ്ടി കഴിക്കാൻ ഉണ്ടാക്കിയാണ് സാമ്പാർ, നല്ല തോരൻ, അവിയൽ. നീ ഒത്തിരി ഒന്ന് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നെ, എനിക്ക് വേണ്ടേ? എനിക്കിങ്ങനെ ഇളകി അവളെ പോലെ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കാൻ വയ്യ. അല്ലെ തന്നെ ഒരു നല്ല പാചകക്കാരൻ ഉണ്ടാക്കുന്ന പാചകം ഒന്നും മോശമാവത്തില്ല. ഇത് വീട്ടോ ചേട്ടൻ പാചകം അറിയാഞ്ഞിട്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നോളാം. അവിടെ ഒന്ന് കഴിക്കാൻ മടിയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ നിക്ക് കുടിക്കാൻ വരട്ടെ, ഞാൻ നോക്കട്ടെ. ഇത് കുടിച്ചിട്ട് ഇനി അടുത്ത പിന്നെ കൂടിയാലോ? ഒന്നും സംഭവിക്കില്ല. കട്ടൻ ചായ തന്നെയല്ലേ എന്റെ ലില്ലി മോളെ. പണ്ട് നമുക്ക് വയറിന് അസുഖം വരുമ്പോ പപ്പ ഇതെല്ലാം ഉണ്ടാക്കി തന്നോണ്ടിരുന്ന. അതായത് ഒറ്റ വലിക്കങ്ങ് വലിക്കും മക്കളെ. ഇത് ഗ്രീൻ പീസ് കറിയിൽ ടീച്ചറുടെ സോഡാപ്പൊടി പോലും എടുത്തിട്ടാ? എന്തോന്നടി നീ പറയണേ? എനിക്കെന്തൊരു ബട്ടർ. നീ അങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം? സോഡാപ്പൊടി ചേട്ടനെ ആയതുകൊണ്ട് ചോദിച്ചതാണ്. പുട്ടില് ഭയങ്കര കയ്പായിരുന്നു. ഗ്രീൻ പീസ് കറിയിൽ ഉപ്പും ഉണ്ടായിരുന്നു. പഴയ പൊടിയായിരുന്നു. അല്ലടി, അത് മറ്റേ റേഷൻ കടയിൽ നിന്ന് കിട്ടണ മാവല്ലേ, അത് പിന്നെ അതിന്റെ ഇത് ഉണ്ടാവും. അത് ചേച്ചി പോലെ പഴയ പൊടി കളയാൻ എടുത്തു വെച്ചായിരിക്കും എടുത്തുണ്ടാക്കിയത്. അതൊന്നുമില്ല, അത് ആ പെട്ടിയിൽ കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്ന ഞാൻ എടുത്തത്. എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ചേച്ചിനെ ഫോൺ ചെയ്ത് ചോദിക്കുക അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഉണ്ടാക്കണതിന് മുന്നേ. ഒറ്റ വലിക്കങ്ങ് വലിച്ചേ. കണ്ണടച്ച് കുടിച്ചോ, കണ്ണടച്ച് കുടിച്ചോ. പോട്ടെ. നിക്ക് മൂക്കി പിടിക്കിട്ട് അത് കുടിച്ചിറക്ക്. പോട്ടെ. അവളെ ഇതെന്തൊരു കഷ്ടമായിപ്പോയി. ശരീരത്തിൽ നിന്ന് ജലാംശമായി പോയിക്കൊണ്ടിരിക്കണത്. കഞ്ഞിവെള്ളം ഉണ്ടോ ഇവിടെ? കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് കളഞ്ഞു. അല്ല, ഞാൻ വേറെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം അവക്ക്. അല്ല, ഈ സമയം ഇത് കഞ്ഞോളാ നല്ലത്. ഉപ്പിട്ട് കൊടുക്ക ഇച്ചിരി. വേറൊരു ഒറ്റമൂലി ഉണ്ട്. എന്റെ പൊന്നെ,